നമസ്തേ. ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അതായത് ശത്രുക്കളെ കൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നത്തിന് ഒരു ചെറിയ പരിഹാരം, അതാണ് കേട്ടോ. അതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതായത് നമ്മളെ ശത്രുവായിട്ട് കാണുന്നവർ ഒരുപാട് പേരുണ്ടാവും. പക്ഷെ നമ്മൾക്ക് അവരോട് അങ്ങനെയൊന്നും ഉണ്ടാവില്ല. പക്ഷെ അവർക്ക് നമ്മളോട് മനസ്സിലൊരു ശത്രുത ഉണ്ടാവും. നമ്മളോട് കളിച്ച് ചിരിച്ച് വർത്താനം പറയുന്നവരായിരിക്കാം, അങ്ങനെയുള്ളവരും ആയിരിക്കാം. പക്ഷെ മനസ്സിൽ അവർക്ക് നമ്മളോട് ഭയങ്കര ശത്രുത ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മുടെ മുന്നിലേക്ക് വരില്ലാത്തവരായിരിക്കാം, പക്ഷെ അവരും നമ്മളെ ശത്രുവായിട്ട് കാണുന്നവരുണ്ടാവും. പക്ഷെ അവർ നമ്മളെ നശിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവരായിരിക്കും, പക്ഷെ നമ്മുടെ കണ്ണിൽ കാണാത്തവരായിരിക്കാം. അങ്ങനെയൊക്കെയുള്ള ശത്രുക്കളെ നമ്മളിൽ നിന്നും അകറ്റി ഓടിക്കാം എന്നുള്ള ഒരു ചെറിയ പരിഹാരമാണ് കേട്ടോ. അതായത് അങ്ങനെയുള്ളവരിൽ നിന്നും നമ്മളെ തന്നെ രക്ഷിക്കാൻ ഉള്ളൊരു പരിഹാരം. വളരെ സിമ്പിളാണ് കേട്ടോ, ചെറിയൊരു പരിഹാരമാണ്. നമ്മുടെ അടുക്കളയിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ തന്നെയാണ്. സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെരുങ്കായം. ഇത് മാത്രമല്ല കേട്ടോ, പിന്നെ കുറച്ച് വെള്ള കടുക് വേണം. വെള്ള കടുക് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പൂജാകടയിൽ കിട്ടും കേട്ടോ. പൂജാകടയിൽ പോയി നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടും. പിന്നെ ഒരു എയറൊന്നും കിടക്കാത്ത ഒരു ചെറിയൊരു ബോട്ടിലും, പിന്നെ ഒരു വൈറ്റ് പേപ്പറും, വരയിടാത്ത ഒരു വൈറ്റ് പേപ്പർ. എന്നിട്ട് ഈ വരയിടാത്ത വൈറ്റ് പേപ്പറിൽ ശത്രുക്കളുടെ പേരെഴുതിയിട്ട് ഈ ബോട്ടിലിനകത്തേക്ക് ഒരു പിടി വെള്ളക്കടുക് ഇടാം കേട്ടോ. എന്നിട്ട് ഈ ശത്രുവിൻ്റെ പേരെഴുതിയ പേപ്പറും അത് മടക്കിയിട്ട് ആ ബോട്ടിലിനകത്ത് ഇട്ട ശേഷം 2 പീസ് പെരുങ്കായം അതും ഇട്ടിട്ട് ഈ ബോട്ടിൽ നന്നായിട്ട് എയർ കടക്കാതെ അടച്ചിട്ട് എവിടെയെങ്കിലും വെക്കണം കേട്ടോ. എവിടെയെങ്കിലും വെക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂജാമുറിയിൽ കൊണ്ട് വെക്കരുത്, അടുക്കളയിലൊക്കെ വെക്കാം. ആരും അത് തുറന്ന് നോക്കരുത് കേട്ടോ, കുട്ടികളൊന്നും തുറന്ന് നോക്കരുത്. അപ്പം അതൊന്നും എത്താത്ത സ്ഥലത്ത്, ഇങ്ങനെ ആരും എടുക്കാത്ത സ്ഥലത്ത് വെക്കാം. 48 ദിവസം വെക്കുക കേട്ടോ. ഈ 48 ദിവസത്തിനുള്ളിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വ്യത്യാസം ഉണ്ടാവും. എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾക്ക് ഈ 48 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ചെയ്യാം കേട്ടോ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാരും ചവിട്ടാത്ത സ്ഥലത്ത് കൊണ്ടിടാം, ഇല്ലെങ്കിൽ വെള്ളത്തിൽ ഒഴുക്കി കളയാം. എന്നിട്ട് ഈ ബോട്ടിൽ തന്നെ കഴുകിയ ശേഷം വീണ്ടും ഈ പറഞ്ഞ രീതിയിൽ തന്നെ ചെയ്യാം കേട്ടോ. നല്ലൊരു എന്താ പറയുക, ശത്രുക്കളൊക്കെ, അതായത് ശത്രുക്കൾക്കൊന്നും സംഭവിക്കൊന്നുമില്ല കേട്ടോ. ആരും അങ്ങനെ പേടിക്കൊന്നും വേണ്ട. പക്ഷെ അവർ നമ്മളെ മറക്കും. അവരുടെ ശത്രുക്കളുടെ ലിസ്റ്റിൽ നമ്മളുണ്ടാവില്ല, അത്രയേ ഉള്ളൂ. നമ്മൾക്ക് അത്രയല്ലേ വേണ്ടുള്ളൂ. നമ്മളെ ആരും ശത്രുക്കളായിട്ട് കാണാൻ പാടില്ല, അത്രയല്ലേ ഉള്ളൂ. നമ്മൾക്ക് ആരോടും ശത്രുത ഇല്ല, പക്ഷെ നമ്മളോട് ശത്രുത ആർക്കും തോന്നണ്ട. അപ്പം അത്രയേ ഉള്ളൂ, അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പം ഈ പരിഹാരം എല്ലാവരും ചെയ്യും കേട്ടോ. നല്ലൊരു പരിഹാരമാണ്, അധികം പണിയൊന്നുമില്ല. പെരുങ്കായം, ഒരു വൈറ്റ് പേപ്പർ, ഒരു ചെറിയ ബോട്ടിൽ, അതായത് എയറൊന്നും കടക്കാത്ത ഒരു ബോട്ടിൽ, ഇത്രേ വേണ്ടുള്ളൂ കേട്ടോ. ഇത് മതി. പിന്നെ വെള്ളക്കടുക് പൂജാകടയിൽ കിട്ടും, കുറച്ച് മേടിച്ചാൽ മതി. അപ്പം ഇതെല്ലാവരും ചെയ്യും കേട്ടോ. നല്ല സമാധാനമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശത്രുക്കൾ നമ്മളെ വിട്ടുപോകും. നമ്മളോട് ശത്രുത തോന്നുന്നത് ആരാണോ അവർ നമ്മളെ വിട്ടുപോകും. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു പരിഹാരമാണ്, എല്ലാവരും ചെയ്യൂ. ഓം നമഃ ശിവായ.